നന്നായിട്ട് എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് മോഹൻചാൻ. ആശംസയ്ക്കായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഏറ്റവും പ്രിയപ്പെട്ട മേലേടത്ത് കുടുംബത്തിലെ 4 വിവിധ ശാഖകളിലെ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, പ്രായത്തിൽ ഏറെ മുതിർന്ന അംഗങ്ങളെ, ഈ കോൺഗ്രിഗേഷൻ്റെ അധ്യക്ഷൻ ഫാദർ പ്രകാശ് മേലേടത്ത്, മറ്റ് സഭകളിൽ, വിവിധ സഭകളിൽ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള പുരോഹിത ശ്രേഷ്ഠരെ, ഈ കുടുംബയോഗത്തിൻ്റെ കമ്മിറ്റിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരന്മാരെ, വിശിഷ്യ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എറണാകുളത്ത് സജ്ജീകരിക്കുവാൻ താല്പര്യമെടുത്ത വോളണ്ടറി സർവീസ് നടത്തിയ കുടുംബാംഗങ്ങളെ, ചുവരില്ലാതെ ചിത്രം എഴുതാൻ പറ്റില്ല എന്ന രീതിയിൽ ചുവരായി നിന്ന എൻ്റെ പ്രിയ സഹോദരനും സുഹൃത്തുമായ ജോബി പി സാം, മേരിക്കുട്ടി മാമ, ആ ചുവരിലാണ് നമ്മൾ ഇന്ന് ഈ ചിത്രം ചരിത്രമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരവും ഒപ്പം ക്രിസ്തുമസിൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഞാനിവിടെ ഇരുന്ന് രാവിലെ ഈ ഹാളിൽ വന്ന് കയറിയപ്പോൾ ഇതിനു മുമ്പ് അമ്മയുടെ മീറ്റിംഗ് ജനറൽ ബോഡി ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഹോൾ പരിചിതമാണ്. ഞാൻ ഇന്നലെ ഇവിടെ വന്ന് താമസമാക്കി. അവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സ്, ഇവിടെ ഏറ്റവും പ്രായം കൂടിയ ആള് കോട്ടയ്ക്കാട്ടെ ബേവിച്ചാനാണെന്ന് എനിക്ക് തോന്നുന്നത്, ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൺ. ബേവിച്ചാൻ്റെ ഫാദർ വക്കീലപ്പച്ചൻ എന്ന് തമാശയ്ക്ക് വിളിക്കുന്ന കിയോരിതപ്പച്ചൻ മുതലുള്ള ഓർമ്മകൾ എനിക്കുണ്ട്. അപ്പോൾ ഒരു ഭക്തിഗാനത്തിൻ്റെ 4 വരികളാണ് ഞാൻ മൊബൈലിൽ നോക്കിയത്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നും ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ചുമലിൽ ഉപ്പുരസമുള്ള വിയർപ്പ് അണിഞ്ഞ് നമ്മുടെ പിതാക്കന്മാർ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും അവരുടെ വീടുകളിൽ അതിരാവിലെയും രാത്രി വൈകിയും സംയോജിതമായിട്ടുള്ള ഭക്തിഗാനങ്ങൾ, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, വേദപുസ്തകം കുഞ്ഞുങ്ങളെ കൊണ്ട് ഉറക്കെ വായിപ്പിക്കുന്ന ശീലുകൾ നമ്മൾ തോടെയൊക്കെ നടന്നു പോകുമ്പോൾ